എന്ത് നല്ല ലൊക്കേഷൻ. ഈ ഇടം വിട്ടു പോവാനേ തോന്നുന്നില്ല. ഒരു കറി കുടിച്ചിട്ട് പോവാം. എനിക്ക് 3 വേണം. ഗ്ലൂക്കോസിന്റെ അളവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടാവല്ലോ. തവള കുടുങ്ങിയ മാതിരി ആയനെ. എന്റെ 19ാമത്തെ അടവ് ഞാൻ എടുക്കാൻ മറന്നുപോയതാ. അല്ലെങ്കിൽ ഇവളൊക്കെ രക്ഷപ്പെടില്ലായിരുന്നു. പാവാട വേണോ മേലാട വേണോ, എന്ത് കിട്ടിയാലും കൊള്ളാം. വാ ലാ ലാ ലാ. യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, ഒന്ന് കിടക്കാനും സമ്മതിക്കില്ലേ? എന്നാടി? എന്താ? ജെൻസിന്റെ ചുട്ടിയാണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? അങ്ങനെയാണെങ്കിൽ ഗ്ലോറിയ. എന്താ ഇത്? ഇതറിഞ്ഞൂടെ ജെട്ടി? ഗ്ലോറിയ, സത്യം പറഞ്ഞോ, ആരാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ? എനിക്ക് നാണായിരിക്കണം. ഇത് എന്റെ ബോയ് ഫ്രണ്ടിന്റെയാ. പാവം ധൃതിയിലെടുക്കാൻ മറന്നുപോയതാ. ഡീറ്റെയിൽ ആയിട്ട് പറ. ഞങ്ങൾ പോയതിനു ശേഷം പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ പോയ അന്ന് രാത്രി പ്രേമത്തിന്റെ
എന്റെ കിലുകിലാ ശബ്ദത്തിൽ ആ മഴ പെയ്തിറങ്ങി. സ്പെഷ്യൽ എഫക്റ്റിനായി നല്ല ഇടിയും മിന്നലും. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് റൊമാൻറ്റിക് മൂഡിലായി. എന്തൊക്കെ പറഞ്ഞാലും ഞാനും ഒരു കല്യാണം കഴിയാത്ത കണ്ണി പെണ്ണല്ലേ. എനിക്കുമല്ലേ ലേഡീസ് വികാര വിചാരങ്ങൾ. ഒരു 11 മണി കാണും. ആരോ കോളിംഗ് ബെല്ലടിച്ചു. ഞാൻ അങ്ങനെ ഭയന്നുപോയി. പിന്നെ ആ ഭയത്തോടെ ഞാൻ മെല്ലെ പോയി വാതിൽ തുറന്നു. അതുപോലെ ഞാൻ വെറുതെ ഇരിക്കോ? ഞാനും അങ്ങനെ നയൻതാറ പോലെ പോസ് കൊടുത്ത് നിന്നു. ആദ്യം ഞങ്ങള് സോഫയിലിരുന്ന് അങ്ങനെ ബോറടി മാറ്റി. പിന്നെ പതുക്കെ 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 കൂടുതൽ വിസ്തരിക്കണ്ട. ജോലി വല്ല ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്. ഇനി എന്നാ നിങ്ങക്ക് ഷൂട്ടിങ്? നാളെ തന്നെ. നാളെ തന്നെയാണോ? ഇതിനെ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യണം. നയൻതാരയല്ല, ഫ്രോക്ക് ഇട്ട താരം. പാവം എന്റെ ദുൽഖർ സൽമാൻ. എന്തൊരു സുഖം. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാര. നീ പറയുന്നൊക്കെ നിന്റെ മാത്രം ഫീലിംഗ്സാ. അതൊന്നും ഒരിക്കലും എനിക്ക്. എന്റെ ഫ്രെയിമാണ് ബ്യൂട്ടിഫുൾ. കല്യാണം, കുടുംബം, കുട്ടികൾ. ഇപ്പത്തെ ഒന്ന് പ്രിയക്ക് അഭിനയിക്കാൻ പറ്റാതെ വന്നത് നന്നായിന്ന്. രഹാനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് കോളമായേന്. അത് ശരിയാ. നിന്റെ ഈ പൊസസീവ്നെസ് അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആരോടും മിണ്ടാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല. ഇത്ര മാത്രം എന്റെ ലൈഫിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ നീ എന്റെ ആരാ? എന്റെ ഗാർഡിയനോ? അതോ just can't tolerate it. അപ്പോ നിനക്ക് എന്നെ വേണ്ടേ? എന്താ ഫ്രെയിം? എന്റെ ക്യാമറ വർക്ക് നല്ലതായതുകൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടു. അല്ലേടി ജ്യോതി? നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. പ്ലീസ് ഗെറ്റ് ലോ. എല്ലാം ഒരു കോയിൻസിഡൻസ് പോലെ. റഹാനെ നമ്മൾ പരിചയപ്പെടാനും അവൾ നമ്മുടെ കഥാപാത്രമായി മാറാനും നമ്മൾ വിചാരിച്ചതിനപ്പുറമല്ലേ അവൾ പെർഫോം ചെയ്തത്. എടി, ഒരു നല്ല ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയ ഏതൊരു ആർട്ടിസ്റ്റും അറിയാതെ അങ്ങ് പെർഫോം ചെയ്ത് പോവും. ഹലോ, എല്ലാം ഭംഗിയാ ഒപ്പിയെടുക്കാനേ ഇതുപോലത്തെ ശക്തമായ കൈകൾ അതിന് പിന്നിലുണ്ടാവണം. എനിക്ക് ഉറക്കം വരുന്നു. ബാക്കി നാളെ കാണാം. എന്താ ചേട്ടാ, ഞാൻ കുളിച്ചോണ്ടിരിക്ക. 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. നോക്കൂ നോക്കൂ ഡാർലിംഗ്, അവരൊക്കെ ഇനി ഷൂട്ടിംഗ് പോയിട്ടില്ല. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാ മതി. ഓക്കെ? ഉമ്മ വെച്ച് കളിക്കാം. ഉമ്മയല്ല, ഉപ്പുമാ ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും വേഗം ഉണ്ടാക്ക്. നോക്കേ, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. സ്പെഷ്യൽ ഐറ്റം വേണമെങ്കിൽ നേരത്തെ തന്നെ ഒരാഴ്ചക്ക് മുമ്പേ ട്വിറ്ററിൽ മെസ്സേജ് ചെയ്യണമെന്നാണ്. ചോദിക്കുമ്പോ എടുത്തു തരാൻ ഇതൊന്നും ബേക്കറി അല്ല. അയ്യോ, സ്പെഷ്യൽ ഒന്നും വേണ്ട. തൽക്കാലം വയറ് നിറയ്ക്കാൻ എന്തെങ്കിലും താ. ഈ വയറ് നിറയ്ക്കാനെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താ? അല്ല, തൽക്കാലം വയർ നിറയ്ക്കാനുള്ളത് ഒരാഴ്ചക്ക് മുമ്പേ ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് ചൂടാക്കി കഴിച്ചാ മതി. അയ്യോ, നോക്കേ, ഇപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ ഇറ്റാലിയൻ എഗ് ഗുലാഫി എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിന്നെ കൊണ്ട് തീറ്റിച്ച് നീ ചത്തില്ലെങ്കിൽ എന്നിട്ട് കൺഫേം ചെയ്ത് ഞാൻ കഴിക്കും. തൽക്കാലം ഒരു ഓംലെറ്റ് ഉണ്ടാക്കി താ. എന്താടി കാണിക്കുന്നത്? ഈ ഉണ്ടപ്പോത്തിന് ഈ മുട്ട എവിടെ ചെല്ലാം? ഓ, മുട്ട പൊട്ടിക്കുന്ന ഒരു സ്റ്റൈലേ. ഈ മുട്ടയും എടുത്തിട്. ഒരു വഴിയായിട്ട് പണി കഴിഞ്ഞു. അതെങ്ങട്ടാ? എന്താടി പേപ്പർ തിന്നാൻ പോണോ? കഴുതപ്പണ്ണി. ഇത് നോക്ക്.
രഹാനല്ലേ? അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാരാ? രഹാന എവിടെ? ഫ്രെയിമിലെ രഹാനെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? സൗന്ദര്യ, ഇതെങ്ങനെ? എന്താണ് ഇത്? രഹാന എവിടെ? ഇതെന്താ സംഭവിച്ചേ? അയ്യോ, എന്റെ ക്യാമറ അടുത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. രഹാന മാത്രം കാണുന്നില്ല. ഇന്നലെയും കൂടെ നമ്മൾ കണ്ടതാണല്ലോ. കാരണം ആരോടും മിണ്ടാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല. ഇതെന്താ സംഭവിച്ചേ? ഈ ഷോട്ടിൽ എന്താണ് ഇത്? ചെയ്ത് മാത്രമല്ല ഇങ്ങനെ. അത് രഹാന ഉണ്ടായിരുന്നതല്ലേ? അതെ. അശ്ശോ. എന്റെ ജീവൻ പോയാലും വാട്ട് എ ഷോക്ക്. ഇന്നലെ നമ്മൾ കണ്ട ഇതേ റഷസിലെല്ലാം രഹാന ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോ അവളുടെ സൗണ്ട് മാത്രം. എങ്ങനെ അവളുടെ ഇമേജ് മാത്രം ഇറേസ് ആയി? ഒരുപക്ഷെ ഈ രഹാന തന്നെ ആയിരിക്കും മേള്. അത് ചിലപ്പോ നമ്മുടെ ഒരു ഹാലുസിനേഷൻ മാത്രമാണെങ്കിലോ? അതൊന്നും അല്ല. ഷോ, അന്ന് ആരോ എന്നെ ചവിട്ടി തള്ളിയിട്ടു എന്ന് പറഞ്ഞപ്പോ നീയൊക്കെ അന്ന് സമ്മതിച്ചില്ലല്ലോ. ഇത് നോക്കിയേ, മെർലിന്റെ ആത്മാവ് രഹണയായിട്ട് വന്നതായിരിക്കും. പക്ഷെ അതല്ല എനിക്ക് മനസ്സിലാവാത്തത്. ഈ മരിച്ച മേളിൽ രഹാന ആണെങ്കിൽ തന്നെ എന്തിനായിരിക്കും നമ്മളെ പരിചയപ്പെട്ടത്? ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും. അതെ സർ, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇല്ലില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം പ്ലാൻ ചെയ്തതാ, എല്ലാം തകർന്നില്ലേ? ഐ ആം ഫെഡ് അപ്പ്. ഞാൻ ഇതെല്ലാം നിർത്തിയിട്ട് നാട്ടിൽ പോവാ. നീ വെറുതെ ഞങ്ങളെ കൂടി ടെൻഷൻ ആക്കല്ലേ. ഇപ്പൊ നമുക്ക് വേണ്ടിയത് കുറച്ച് മനസ്സമാധാനം, അല്ലാതെ വെറുതെ. പത്രത്തിൽ ഒരു ഫോട്ടോ വന്നെന്ന് വെച്ച് നമ്മൾ വെറുതെ ടെൻഷൻ ആവണ്ട. അത് രഹാനയാണെന്ന് എന്താ ഉറപ്പ്? ഒരുപക്ഷെ അവർ ട്വിൻസ് ആണെങ്കിലോ? ആ, അത് ശരിയാ. ചിലപ്പോ രഹണയും മെർലിനും ട്വിൻസ് ആയിരിക്കും. എങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത റഷസിൽ രഹാനയുടെ ഇമേജ് പതിയാത്തത് എന്താ? ഇനി ടെക്നിക്കൽ എറർ മറ്റോ ആണോ? നോ, നെവർ. അങ്ങനെയാണെങ്കിൽ റഷ്യസില് സോഫിയുടെ ഇമേജോ ഇൻവിസിബിൾ ആവേണ്ടതല്ലേ? അതെ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ രഹാന ഇനി വല്ല പ്രേതോ ആത്മാവോ ആണോ? ഒരുപക്ഷെ അങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ. എത്രയോ കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അതല്ല സങ്കടം. ഞാൻ എടുത്ത എത്ര നല്ല നല്ല ഷോട്ട്സാ വെറുതെ ആയ. നമ്മുടെ പ്രോജക്റ്റിന്റെ ലാസ്റ്റ് ഡേ സബ്മിഷൻ നാളെയല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 2 ആഴ്ചത്തെ എക്സ്റ്റൻഷൻ ചോദിച്ചാലോ? അങ്ങോട്ട് ചെന്നാ മതി, ഇപ്പൊ കിട്ടും. പിന്നെ ഒരു ഇഷ്യൂന്റെ പേരിൽ നമ്മൾ നമ്മുടെ കരിയർ സ്പോയിൽ ചെയ്യണോ? എനിക്കൊന്നും അറിയില്ല. ഐ ആം ടോട്ടലി കൊളാപ്സ്ഡ്. ഓ, നാളെയെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ആവാതെ ഇന്ന് അടിച്ചു പൊളിക്കാൻ നോക്കാം. ഈ ടെൻഷൻ ഒന്ന് മാറ്റാൻ നമ്മളിപ്പോ ഒരു സിനിമയ്ക്ക് പോകുന്നു. ബോറടി മാറ്റാന്ന് പറഞ്ഞു പോയി കണ്ടത് പ്രേത സിനിമ. എല്ലാത്തിനും കാരണം ഇവളാ തടിച്ചു. സൗണ്ട് സൈഡ് പെർഫെക്റ്റ് ആയിരുന്നു. ഒരു കോപ്പ് പടം. നീയല്ലേ പറഞ്ഞത് ഇത് കിടില മൂവിയാണെന്ന്? ട്രെയിലർ കണ്ടപ്പോ കിടലം തോന്നി. ഇതാ പറയുന്നത്, ട്രെയിലർ കണ്ടൊന്നും ജഡ്ജ് ചെയ്യരുത്. നയൻതാര കളക്കി, ക്യാമറ പടുപോറ്. ഞാനാണെങ്കിൽ പൊളിച്ചേനെ. പിന്നെ റെഡ് എപ്പിക്കോ മറ്റേ എന്റെ കയ്യിൽ കിട്ടട്ടെ. ഫുൾ മൂവി ഒറ്റ ഷോട്ടിലാണ്. എന്തൊക്കെയായാലും നയൻതാര എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് നമ്മുടെ ആ രഹാനയുടെ ഒരു കട്ടില്ലേ? Sophia